ഹായ് ഫ്രണ്ട്സ്, നമുക്കുള്ളൊരു ചെറിയൊരു ഡൗട്ടാണ്. അതായത് ടെക്നീഷ്യന്മാർക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി മൂവബിളായിട്ടുള്ള ആ ഒരു വസ്തുക്കളിൽ, അതായത് ഇപ്പോൾ ഒരു ബോട്ട് നോർമലി പറയുകയാണെങ്കിൽ ഒരു ബോട്ട് ആണ്, അല്ലെങ്കിൽ ഒരു വള്ളമാണ്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഈ ഒരു കണക്ടിവിറ്റി സാധ്യമാക്കണമെങ്കിൽ, വൈഫൈ കണക്ടിവിറ്റി സാധ്യമാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. കാരണം നമുക്കിപ്പോൾ നോർമലി ഒരു സ്ഥലത്ത് നമ്മളൊരു വീട്ടിലോട്ട് ബ്രോഡ്ബാൻഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വൈഫൈ എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നോർമലി ഒരു കേബിൾ വലിച്ച്, അതായത് പുറത്തുനിന്ന് ഒരു കേബിൾ വലിച്ച് അതിനകത്ത് ഒരു മോഡം വെച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ആ ഒരു മൂവബിളായിട്ടുള്ള ഒബ്ജക്റ്റ് മൂവബിളാണ്, ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്കും, മറ്റു സ്ഥലത്ത് നിന്ന് വീണ്ടും വേറെ സ്ഥലത്തേക്കും ആ ഒരു ട്രാവലിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കേബിൾ വലിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ എന്ത് മാർഗ്ഗത്തിലാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിം റൗട്ടേഴ്സ് ആയിരിക്കും. സിം റൗട്ടേഴ്സാണ്. അതായത് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ സിം റൗട്ടേഴ്സാണ് ഈ ഒരു മേഖലയിൽ ഇത്തരം മൂവബിളായിട്ടുള്ള ഒബ്ജക്റ്റിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സിം റൗട്ടേഴ്സാണ്. അതായത് നമ്മൾ ആ സിം ഇട്ടിട്ട് സിമ്മിന് എവിടെയൊക്കെ റേഞ്ച് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ആ ഒരു സിം റൗട്ടേഴ്സ് ഉപയോഗിക്കാം എന്നൊരു നിലയിലായിരുന്നു. പക്ഷേ നമുക്ക് അതിനകത്തൊരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ സിം റൗട്ടേഴ്സിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് സിം റൗട്ടേഴ്സിൻ്റെ ഒരു പരിമിതി നമുക്കറിയാം. അതായത് ആ ഒരു സ്പീഡ് നമ്മുടെ മൊബൈലിൽ കിട്ടുന്ന ഒരു സ്പീഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സിം റൗട്ടേഴ്സ് വെച്ചാൽ പോലും നമുക്ക് വൈഫൈ ആക്സസ് ചെയ്യാമെങ്കിൽ സ്പീഡ് വളരെ കുറവായിരിക്കും. അതായത് ഈവൻ 5G കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സിം റൗട്ടർ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. 5G സിം സപ്പോർട്ട് ചെയ്യും, പക്ഷേ 5G സ്പീഡ് ആ റൗട്ടർ തരില്ല. നമുക്ക് ഏകദേശം ഒരു 10 MB 20 MB അല്ലെങ്കിൽ ആ ഒരു വളരെ MBPS കുറവായിരിക്കും ആ ഒരു സിം റൗട്ടറിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വളരെ ഒരു ടാസ്ക് ആയിരുന്നു ഈ ഒരു മൊബൈൽ ഒബ്ജക്റ്റിലൊക്കെ നമുക്കൊരു ഹൈ സ്പീഡ് സാധ്യമാക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു എയർ ഫൈബർ ഒരു വള്ളത്തിൽ കൊടുത്തേക്കുന്നൊരു വീഡിയോ ഞാൻ അവർ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വള്ളത്തിൽ കറക്റ്റായിട്ട് ആ ഒരു ജിയോ ഫൈബർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജിയോ ഫൈബറിൻ്റെ ആ ഒരു നമുക്കറിയാം ജിയോ ഫൈബർ വർക്ക് ചെയ്യുന്നത് ആ ഒരു ജിയോൻ്റെ 5G എവിടെയൊക്കെ കിട്ടുമോ അവിടെയെല്ലാം നമുക്ക് ആ ഒരു 5G കണക്ടിവിറ്റി, ആ ഒരു വൈഫൈ കിട്ടും. അതായത് ജിയോ ഫൈബറിൽ കണക്ടിവിറ്റി കിട്ടും. അപ്പോൾ ഈ 5G ഉള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ആ ഒരു ബോട്ടിങ് അല്ലെങ്കിൽ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു വള്ളം പോകുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജിയോൻ്റെ 5G ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 5G ഉള്ള സ്ഥലമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ജിയോ ഫൈബറിൻ്റെ ആ ഒരു മൊഡ്യൂൾ, ജിയോ ഫൈബറിൻ്റെ ആ റൗട്ടറും അതുപോലെ തന്നെ ഓഡിയും നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു കണക്ടിവിറ്റി അവിടെ കിട്ടും. ജിയോ ഫൈബർ ഇതുപോലെ ആ ഒരു ബോട്ടിൻ്റെ അഡ്രസ്സിൽ നമുക്കത് കണക്ഷൻ തരില്ലെന്നാണ് കേട്ടത്. പക്ഷേ നമുക്കത് ഫിറ്റ് ചെയ്യാം. നമുക്ക് എവിടെയും മൂവബിളായിട്ട് എടുത്തുകൊണ്ട് പോയി നമ്മൾ വെച്ചാലും 5G ഉള്ള സ്ഥലങ്ങളിലൊക്കെ ജിയോ ഫൈബർ വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു വള്ളത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനത് നോക്കി. അപ്പോൾ നല്ല സ്പീഡും ഉണ്ട്. അതായത് 100 and 200 MBPS ഇൻ ബിറ്റ്വീൻ ആ ഒരു സ്പീഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സ്പീഡ് നമുക്ക് ആ ഒരു മൂവബിളായിട്ടുള്ളൊരു ഒബ്ജക്റ്റിൽ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അത് സാധ്യമാകില്ലായിരുന്നു ഇത് മുമ്പ് വരെ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വൈഫൈ ഇപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ ബോട്ടിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വള്ളത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീഡിയോ കോൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ലൈവ് സ്ട്രീം ഉൾപ്പെടെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുൾപ്പെടെ. അതുകൂടാതെ ഈ ഒരു ഹൈ സ്പീഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ ക്വാളിറ്റിയുള്ള കണ്ടൻറ്റുകൾ കാണാനൊക്കെ ആയിട്ട് നമുക്കത് സാധിക്കും. അപ്പോൾ ഇതിക്ക് മുമ്പ് വരെ ആ ഒരു ഡാറ്റയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു ജിയോ ഫൈബർ വെച്ചിട്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ വേറെ നമുക്കിതിൽ മാത്രമല്ല, നമുക്ക് ഈ ക്യാമറ, അതായത് നമുക്കറിയാം നോർമലി CCTV ഇപ്പോൾ വള്ളത്തിലായാലും ബോട്ടിലായാലും ഒക്കെ CCTV മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ CCTV മസ്റ്റായിട്ടുണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഒരു കണക്ടിവിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് CCTV വർക്ക് ചെയ്യണമെങ്കിൽ ബ്രോഡ്ബാൻഡ് വേണമെന്നില്ല. പക്ഷേ നമുക്ക് ലൈവായിട്ട് കാണണമെങ്കിൽ നമുക്ക് അവിടെ വൈഫൈ കണക്ഷൻ അത്യാവശ്യമാണ്, നെറ്റ് കണക്ഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെയും ഈ സിം റൂട്ടേഴ്സാണ് കാലകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ജിയോ ഫൈബറിൻ്റെ ആ ഒരു ഓപ്ഷനും അവിടെയുണ്ട്. ജിയോ ഫൈബർ മാത്രമല്ല, എയർടെലിനും ഓൾസോ ഗിവിങ് ദി സെയിം എയർ ഫൈബർ ഫെസിലിറ്റി. അപ്പോൾ എയർ ഫൈബർ കൊടുക്കുന്ന ജിയോ ഫൈബർ അല്ല, ജിയോ എയർ ഫൈബറും അതുപോലെ തന്നെ എയർടെൽ എയർ ഫൈബർ, അതുപോലെ എയർ ഫൈബർ ഫെസിലിറ്റി കേട്ടോ. എയർ ഫൈബർ ഫെസിലിറ്റി കൊടുക്കുന്ന എല്ലായിടത്തും ഈ ഒരു ഓപ്ഷൻസ് ഉണ്ട്. എയർ ഫൈബർ നമുക്കറിയാം ആ ഒരു കേബിളിൻ്റെ ആവശ്യമില്ല. നമുക്ക് എവിടെ ആ ഒരു 5G കിട്ടുന്നു അവിടെയെല്ലാം നമുക്കത് കിട്ടും. ആ ഒരു ഓഡിയോ നമുക്ക് ആ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ റൗട്ടറും വെച്ചിട്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ എയർടെലിൻ്റെ ആയാലും ജിയോൻ്റെ ആയാലും ഇത്തരം എയർ ഫൈബറുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഒരു ബോട്ട് ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വള്ളം ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഒബ്ജക്റ്റിലാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വണ്ടിയിലും മറ്റും പോകുന്നവരൊക്കെ നോർമലി അവരെ സംബന്ധിച്ചിടത്തോളം ഡോങ്കിളുകളാണ് കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള ജിയോ ഡോങ്കിളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത്തരം ഇതിൽ നമുക്ക് ഹൈ സ്പീഡ് സാധ്യമാക്കി ഉപയോഗിക്കാൻ കഴിയുന്നത് ഇത്തരം ബോട്ടുകളിലൊക്കെ ആയാലും ഈ ബോട്ടിലൊക്കെ ആയാലും ഇത് തന്നെയാണ്. അതായത് നമുക്ക് എയർ ഫൈബർ കണക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഫൈബർ കണക്ഷൻ അത്രയുള്ള ആൾക്കാർ നോട്ട് ചെയ്യുക. സിം റൗട്ടർ ആണെങ്കിൽ അത് മാറ്റി എയർ ഫൈബർ വെക്കുക. കാരണം നല്ല സ്പീഡ് നമുക്ക് അതിനകത്ത് ലഭിക്കും. പിന്നെ ഇത് കണക്ഷൻ എടുക്കാനായിട്ടാണെങ്കിൽ എയർ ഫൈബർ ആയാലും ജിയോ എയർ ഫൈബർ ആയാലും എയർടെൽ എയർ ഫൈബർ ആയാലൊക്കെ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിനുള്ള നമ്മളത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലത്തെ ടെക്നോളജിക്കൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.